മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായ രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്ത് ചെന്ന് കാത്തോലിക്ക ബാവയെ കണ്ടു എന്നത് സ്വാഭാവികമായും അത്ര വലിയ വാർത്തയാകേണ്ട ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മത സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പോയി അവരെ കാണും, പരിചയം പുതുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഏതോ ഒരു ഉന്നതനായ മർത്തോമ സഭയുടെയാന്ന് തോന്നുന്നു, ഉന്നതനായ ഒരു ബിഷപ്പിന് പിറന്നാൾ ആശംസ നേർന്നു. അത് തെറ്റൊന്നുമല്ല, അതിലിപ്പോൾ വലിയ വാർത്തയും ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു വാർത്ത അവിടെ ചെന്നു കണ്ടു, വേണമെങ്കിൽ ഒരു PR, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഷ്ട്രീയക്കാരനാണ് ഞാൻ, അതുകൊണ്ട് എന്ത് സംസാരിച്ചു എന്ന് വെച്ചപ്പോൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, രാഷ്ട്രീയവും അതിൽ ഉൾപ്പെടുന്നു. എൻ്റെ വളരെ നല്ലൊരു വെൽവിഷറാണ് അദ്ദേഹം, കാര്യങ്ങൾ നന്നായി അറിയുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടു. അത് അവിടെ കൊണ്ട് അവസാനിക്കാം. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ പല തന്ത്രകുതന്ത്രങ്ങളുടെ ഭാഗമായി അത് വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ പോയി കണ്ടതെന്തിനാണ്? അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിന്ന് വൈകിട്ട് മന്നം സമാധിയിൽ പോകുന്നുണ്ട്, അവിടെ മന്നം ഇതിൻ്റെ പുഷ്പാർച്ചന നടത്താൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയും പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ സഭാ നേതാക്കളെയോ സാമുദായിക നേതാക്കളെയോ കാണുന്നതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ പറയില്ല. തിരഞ്ഞെടുപ്പിൽ അവർക്കൊക്കെ സഹായം അഭ്യർത്ഥിക്കാം, വേണ്ടത് ചെയ്യാം, ചെയ്യാതിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ സഭാ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും പറഞ്ഞതനുസരിച്ചാണ് നാട്ടുകാർ വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ പണിയാണ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. സഭാ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങളെ എല്ലാവരും ഇയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നില്ല. അവരോട് ഒരു വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു പത്രലേഖകർ. പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ ആറന്മുളയിലും ആലപ്പുഴയിലെ ചെങ്ങന്നൂരും ഒക്കെ വലിയ വോട്ട് സ്വാധീനമുള്ള ആളുകളാണല്ലോ ഈ സഭ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അവിടെ മാത്രമല്ല, ഞാൻ മത്സരിക്കുന്ന ഹരിപ്പാടുണ്ട്, മാവേലിക്കരയുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ പല 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 രീതിയിൽ അതിന് വരാം. പക്ഷേ പ്രശ്നം ഇത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങില്ല. തിണ്ണനിറങ്ങുന്നതല്ലല്ലോ ഒരാളെ നേരിട്ട് പോയി കാണുന്നത്. തിണ്ണനിറങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കണേ? സമുദായ നേതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും ചെല്ലുന്നുണ്ട്, ചെല്ലാതിരിക്കുകയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ചെല്ലും, അവരുടെ സഹായം അഭ്യർത്ഥിക്കും. പക്ഷേ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സതീശനെടുത്ത നിലപാട്, വെള്ളാപ്പള്ളി നടേശനോടല്ല വിരോധം, വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനോടാണ്. നിലപാടെന്താ? ഒരു സമുദായത്തെ ആകെ ഇല്ലാതാക്കുക, ഒരു ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ കൊള്ളരുതാത്തവരാവുക, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമുള്ള സ്ഥലമാവുക, ഒരു സമുദായത്തിനെ പറയുക. എന്തിന്? ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഓടയിൽ വീണ് മരിച്ചു, അതിനെപ്പോലും വർഗീയമായി കണ്ട ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അവിടെ കൊണ്ട് തീർന്നില്ല, ഇപ്പോഴും അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നായാടി മുതൽ നസ്രാണി വരെ നാക്കി, ഇപ്പം നസ്രാണി വിട്ടുപോയി, ഇപ്പം നസ്രാണി ഇടയ്ക്ക് തെറി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമുദായ നേതാക്കന്മാരുടെ വാല് പിടിക്കാൻ പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്. നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം കൃത്യമായി പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നു, ഒരു ഗസ്റ്റായിട്ട് വരുന്നു എന്ന് പറയാം. ഒരു പക്ഷേ സമുദായ നേതാക്കന്മാർക്ക് എത്ര സ്വാധീനമുണ്ട് എന്നുള്ള ചോദ്യമൊക്കെ വേറെയുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല പോയത് സതീശനുമായിട്ടുള്ള ഉടക്കിൻ്റെ പേരിലാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സതീശൻ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടി നേതാവാണ് രമേശ് ചെന്നിത്തല, അതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ എൻ്റെ അനുവാദമൊന്നും വേണ്ട. അദ്ദേഹം പോയിട്ടുണ്ട്, സതീശനും പോയിട്ടുണ്ട്. സതീശൻ KCBC അടക്കമുള്ള നിരവധി വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം തന്നെ നേരിട്ട് പോയിട്ടുണ്ട്, അത് രഹസ്യമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്തീയ ബിഷപ്പ് പറഞ്ഞത്, സതീശൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് എനിക്ക് ബൈബിൾ കോട്ട് ചെയ്യാൻ മടിയുണ്ട്, ബൈബിൾ വ്യാഖ്യാനിക്കാൻ മടിയുണ്ട്, എന്നേക്കാളും അറിയുന്ന ആളാണ് സതീശൻ, എന്നേക്കാളും നന്നായി വായിച്ചിട്ടുള്ള ആളാണ് എന്നൊരു ക്രിസ്തീയ ബിഷപ്പ് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മതങ്ങളോടോ സാമുദായിക സംഘടനകളോടോ വെറുപ്പുണ്ടാവുക എന്നല്ല, അവരവരുടെ പണി ചെയ്യട്ടെ, അവരവരുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യട്ടെ. നേരെ മറിച്ച് അന്യ സമുദായ വിരോധം പറയുക, അന്യ വിഭാഗങ്ങളോട് വിരോധം പറയുക എന്നത് ഒരു സമുദായ നേതാവിന് നല്ലതല്ല. പ്രത്യേകിച്ചും ബഹുവിശ്വാസ, ബഹുമത, ബഹുസംസ്കാരമുള്ള ഇന്ത്യയും കേരളവും. കാരണം അതിൻ്റെ ദുരന്തം നമ്മൾ കാണുന്നുണ്ട്. മറ്റിപ്പോൾ മണിപ്പൂരിലും മറ്റ് സ്ഥലങ്ങളിലും ഒറീസയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ വളരെ ശക്തമായ ആക്രമണം നടത്തുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം രീതികളിലേക്ക് കേരളം പോകാൻ പാടില്ല. സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ രീതിയിലാവണം. അതുകൊണ്ടാണ് NSSും SNDP ഒന്നിച്ചു നിൽക്കും
എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സതീശനടക്കമുള്ള ആളുകൾ പറഞ്ഞ മുരളീധരനൊക്കെ നല്ലതല്ലേ, സമുദായ നേതാക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നത് നല്ലതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക ഇതിനോ വേണ്ടിയല്ല, മറിച്ച് അത് ചെയ്യുന്നത് അവരുടെ സമുദായത്തിൻ്റെ ഗുണത്തിനും മൊത്തം സാമൂഹ്യ സമാധാനത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഓർത്തഡോക്സ് പോയി, നാളെ വേറെ അടുത്ത മർത്തോമയോ അല്ലെങ്കിൽ കാത്തലിക്സോ ആയ ആളുകളുടെ അടുത്ത് പോവും. അതിലൊരു വലിയ വാർത്ത കാണേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.